പൊതു സെൻസിനൊപ്പം ജാതി സെൻസസ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അധ്യക്ഷ ചേരുകയാണ്. റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനങ്ങൾ വരികയാണ്. ഇതിപ്പോൾ പൊതു സെൻസസ് നടത്തുന്നതിനൊപ്പം തന്നെ ജാതി സെൻസസ് നടത്തുമെന്ന് കേന്ദ്രം അറിയിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, തീർച്ചയായും ഈ പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് കൂടി നടത്തുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അതോടൊപ്പം മന്ത്രിമാരുടെ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും രാജ്യത്ത് പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് ജാതി സർവേ നടത്താനുള്ള അവകാശമില്ല. അതോടൊപ്പം ജാതി സർവേ മാത്രമാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നൊരു കാര്യവും ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ജാതി സെൻസസ് നടത്താനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനാണ്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ബീഹാറിലടക്കം വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തന്നെയും ഈ ജാതി സെൻസസ് വേണമെന്ന ആവശ്യം നിരന്തരമായി ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ചും ബീഹാറിലൊക്കെ തന്നെയും ആ ഒരു സമീപനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഏറെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെ അല്ലെങ്കിൽ ഒരു ആവശ്യം തന്നെയായിരുന്നു ജാതി സെൻസസ് എടുക്കണം എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട റിസർവേഷനുകളൊക്കെ തന്നെയും വിവിധ ജാതിയിലുള്ളവരും അതോടൊപ്പം ഇത്തരത്തിൽ വലിയ അപാകതയും നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം നിരന്തരം ഇത്തവണത്തെ ലോക്സഭയിലും അതോടൊപ്പം രാജ്യസഭയിലുമുള്ള എംപിമാരൊക്കെ തന്നെ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ജാതി സെൻസസ് എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുമെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ ജാതി സർവേ മാത്രമാണ് സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് നടത്താൻ ജാതി സെൻസസ് നടത്താനുള്ള അവകാശമില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളൊക്കെ തന്നെയും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തിയിരുന്നത് എന്നുള്ളൊരു ആരോപണവും ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് കൂടി കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം ഇത് എപ്പോൾ നടത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏത് സമയത്തായിരിക്കും ഉണ്ടായിരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ജാതി സെൻസസുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്.